നമസ്കാരം. ഏറെ ആശങ്കയോടെ ലോകം കാത്തിരുന്ന യുദ്ധം, പ്രതീക്ഷയോടെ അല്ല ആശങ്കയോടെ, ഞെട്ടലോടെ, ഭയപ്പാടോടെ കാത്തിരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് യാഥാർത്ഥ്യമാകുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇറാൻ came under attack by joint US and Israeli forces. അത് സ്ഥിരീകരണമുണ്ട്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന സംയുക്തമായ വ്യോമ ആക്രമണങ്ങൾ, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വ്യോമ യാനങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെട്ടു, മിസൈലുകൾ ഉപയോഗിക്കപ്പെട്ടു. അവിടെ യുദ്ധം ഒരു റിയാലിറ്റിയായി മാറി. ഏകപക്ഷീയമായ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത് നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം, നാളെ ഏതാനും മിനിറ്റുകൾക്കകം സ്ഥിതിഗതികൾ മാറാൻ യുദ്ധമാണ്. ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഏത് നിമിഷവും ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നു. ലേറ്റസ്റ്റ് സാഹചര്യങ്ങളുടെ വിലയിരുത്തൽ മാത്രമാണ് ഈ ഒരു വീഡിയോ. ഇവിടെ നോക്കൂ, 3 റൗണ്ട് ചർച്ചകൾ, സമാധാന ചർച്ചകൾ, ആണവ ചർച്ചകൾ എന്ന് പേരിട്ട് സമാധാന ചർച്ചകൾ ആണവ വിഷയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നടന്നു. ഒരു റൗണ്ട് നടന്നത് ഒമാനിലാണ്, മസ്കറ്റിലാണ്. 2-3 റൗണ്ടുകൾ നടന്നത് ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. അപ്പോൾ സമാധാനത്തിൻ്റെ ലോക തലസ്ഥാനം എന്ന് പറയുന്ന ജനീവയിൽ നടന്ന 2 റൗണ്ടിൽ കഴിഞ്ഞ ദിവസം കൺക്ലൂഡ് ചെയ്ത 3-ാം റൗണ്ടിൽ വലിയ പ്രതീക്ഷയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും പ്രധാനപ്പെട്ട നെഗോസിയേറ്ററുമായ അബ്ബാസ് അറാക്ചി പങ്കുവച്ചത്. താനിതാ ഡ്രാഫ്റ്റ് പ്രപ്പോസൽസ് അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. മധ്യസ്ഥൻ ഒമാൻ എന്ന ദൂതൻ വഴി സമർപ്പിച്ചു. അതിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ അമേരിക്കയ്ക്ക് ക്രിയാത്മകമായി തോന്നിയില്ല. അതിലെ നിർദ്ദേശങ്ങൾ എന്താണ്? ഞങ്ങൾ ആണവ പദ്ധതി തുടരും, പക്ഷേ അതിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ തയ്യാറാണ്. ഫിസൈൽ മെറ്റീരിയൽസ് ഞങ്ങൾ സുരക്ഷിതമായി അതിനെ കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്ത് മയപ്പെടുത്തി എടുത്തുകൊള്ളാം. പക്ഷേ തങ്ങളുടെ രാജ്യത്ത് തന്നെ അത് സംരക്ഷിക്കാനുള്ള സംവിധാനം തങ്ങൾക്കുണ്ട്, അത് അനുവദിക്കണം. 2, ഞങ്ങൾക്കെതിരെയുള്ള ഉപരോധം നീക്കിത്തരണം. പക്ഷേ ഇറാനിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ച പ്രധാന കാര്യം അതൊന്നുമല്ല. ഇറാൻ്റെ മിസൈൽ ശേഖരം കുറച്ചു കൊണ്ടുവരുമോ, അതിൻ്റെ പ്രഹരശേഷി കുറയ്ക്കുമോ, അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തു വിടുമോ, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കമാന്നൊരക്ഷരം ഇറാൻ മിണ്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രകോപനം. 2, ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും സംരക്ഷിക്കുന്ന, താലോലിക്കുന്ന, അവരെ വളരാൻ സമ്മതിക്കുന്ന, ഇസ്രായേലിനെതിരെ ഉൾപ്പെടെ അവരെ ഉപയോഗിക്കുന്ന ഇറാൻ്റെ നയം അതിന് തുടരില്ല എന്ന് വാക്കാൽ പറയുമ്പോഴും അതിനുള്ള കൃത്യമായ ഉറപ്പുകൾ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് അമേരിക്കയും ഇസ്രായേലും അലട്ടുന്ന പ്രധാന വിഷയം. എങ്ങനെ വിശ്വസിക്കും? അതാണ് വിഷയം. അങ്ങനെയെങ്കിൽ ഒരു ഭരണമാറ്റത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകൂ എന്ന അമേരിക്കയുടെ ഒരു ചിന്ത, അത് ഇസ്രായേലിൻ്റെയും കൂടെ ചിന്തയാണ്. അങ്ങനെയെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ രീതിയിൽ ഒരു നെഗോസിയേഷനിലൂടെ ഒരിക്കലും ഏത് ഭരണകൂടവുമായാണോ നെഗോഷിയേറ്റ് ചെയ്യുന്നത് അവരോട് എങ്ങനെ പറയാനാകും നിങ്ങൾ പുറത്തു പോകണം, അതാണ് ഞങ്ങളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ ചർച്ച നടക്കില്ലല്ലോ. അപ്പോൾ ആയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ആ ഒരു ക്രമം മാറിയെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ, ഇസ്രായേലിന് അനുകൂലമാകുന്ന രീതിയിൽ ഒരു ധാരണയിലെത്താൻ കഴിയൂ. അങ്ങനെ ഒരു ധാരണയിലെത്തണമെങ്കിൽ ഭരണമാറ്റം സാധ്യമാകണം. അതുകൊണ്ട് ബലപ്രയോഗം മാത്രമാണ് വഴി എന്ന രീതിയിലാണ് ട്രംപിൻ്റെ ഓഫീസിൽ നിന്നും ലേറ്റസ്റ്റായി വന്ന വിവരം. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു 100 മണിക്കൂർ, അടുത്ത് വരുന്ന ഒരു 100 hours, അതായത് 4 ദിവസമെന്ന് കൂട്ടാം, 24 × 4 96 മണിക്കൂറുള്ള 100 മണിക്കൂറുകളോളം അതിനുള്ളിൽ ടെഹ്റാൻ നഗരം, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ നഗരം മറ്റൊരു രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രൂപമായിരിക്കില്ല ടെഹ്റാന്, മുച്ചൂട് മുടിക്കുമെന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ ഭീഷണി പ്രയോഗം. ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം നോക്കുക. ഒരു യുദ്ധമാണ്. യുദ്ധത്തിൽ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ ആ രീതിയിൽ വിശ്വസിക്കണമെന്നില്ല. അത് ഹരിച്ചു കുണിച്ചൊക്കെ മാത്രമേ നമുക്ക് എടുക്കാനാവൂ. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനുണ്ട് എന്നത് നിസ്തർക്കമാണ്. കാര്യമായ നാശനഷ്ടം ഇറാന് മേൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നത് നിസ്തർക്കമാണ്. സിവിലിയൻ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, ടെഹ്റാൻ പലപ്പോഴും സിവിലിയൻ വലിയ രീതിയിലുള്ള ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ. അവിടെയൊക്കെ ഈ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ലോകത്തിൻ്റെ ഒരു മനസാക്ഷി തന്നെ ഉണരാനുള്ള സാധ്യതയുണ്ട്. അവരാരും സൈനികമായി പ്രതികരിക്കില്ലായിരിക്കാം, ലോകമഹായുദ്ധമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ നല്ലൊരു ഒപ്റ്റിക്സ് അല്ല നൽകുന്നത്. 1. 2, ഒരു പക്ഷേ ആണവ നിലയം അടുത്ത റൗണ്ടിൽ ഇപ്പോൾ 4 സ്ഫോടനങ്ങൾ നടന്നതായിട്ട്, 4 ആക്രമണങ്ങൾ, 4 നഗരങ്ങളിൽ 4 ആക്രമണങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ തന്നെ പുതിയ വാർത്തകൾ, ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ടച്ചപ്പ് ഓൺ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പോലുമില്ല. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു ചിത്രമനുസരിച്ച് ഇറാനിയൻ ലീഡർ ആയത്തുള്ള അലി ഖൊമേനി ഹസ് ഗോൺ അണ്ടർഗ്രൗണ്ട്, ബങ്കറിലേക്ക് പോയിരിക്കുന്നു. പല ആവർത്തി പോയതാണ്. അത് അദ്ദേഹത്തിന് പുത്തരിയൊന്നുമല്ല. അദ്ദേഹം വീണ്ടും ബങ്കറിൽ ഒളിക്കുന്നു. അത് മാത്രമല്ല, 2 രാജ്യങ്ങളുടെ അടിയന്തരാവസ്ഥ, ഇറാനിലും
ഇസ്രയേലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. എംബസിയിൽ നിന്നും വൻതോതിൽ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങളിൽ നിന്നും വിദേശ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് രാജ്യങ്ങൾ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഇറാനിലാണ് 10,000 ഇന്ത്യക്കാരുണ്ട്. ഇസ്രയേലിലുമുണ്ട് സമാനമായ നമ്പർ, അതിനേക്കാൾ കൂടുതൽ പേര് ഇസ്രയേലുണ്ട്. ഇവരെ ഒഴിപ്പിച്ചുകൊണ്ട് വരുന്നത് ഒരു യുദ്ധസമയത്തെ ഒരു ഭഗീരഥ പ്രയത്നമാണ്. തീർച്ചയായും അതിലേക്കാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ കണ്ണുകൾ പായാൻ പോകുന്നത്. അതുകൊണ്ട് സുരക്ഷയാണ് രണ്ടാമത്തെ വിഷയം. വളരെ സങ്കീർണമായ വിഷയമാണ്. മധ്യ പൗരസ്ത്യ പ്രദേശത്തിൻ്റെ ആകമാന സന്തുലിതാവസ്ഥ അട്ടിമറിക്കപ്പെടുന്ന രീതിയിൽ യുദ്ധം മുന്നോട്ട് പോകും എന്ന ഒരു വാർണിംഗ് ആണ് ഇറാൻ്റെ ഭാഗത്ത്. നിങ്ങൾ ആക്രമിക്കുന്നത് ഇറാനെ ആകും, പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ചുറ്റുപാടുമുള്ള അമേരിക്കൻ അനുകൂല ഗൾഫ് രാജ്യങ്ങളായിരിക്കും. ഗൾഫ് എന്ന് പറയുമ്പോൾ പേർഷ്യൻ ഗൾഫിന് ചുറ്റുമുള്ള GCC ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിലെ സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ്. അവിടെ എല്ലാം തന്നെ അമേരിക്കൻ താവളങ്ങളുണ്ട്. അൽ ഉദൈദാണ് ഏറ്റവും വലിയ അമേരിക്കൻ താവളം. ആ താവളം കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം 2025 ജൂൺ മാസം യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇറാൻ ആക്രമണം നടത്തി എന്നുകൂടി ഓർക്കുമ്പോൾ ഉറപ്പായി ഖത്തറിലേക്ക് ആക്രമണം ഇപ്രാവശ്യവും വ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെയെങ്കിൽ ആക്രമണത്തിൻ്റെ തോത് എന്ന് പറയുന്ന സ്കീം എന്ന് പറയുന്നത് പശ്ചിമേഷ്യ മുഴുവനായി വ്യാപിച്ചാൽ ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരാണ് ആ മധ്യപൗരസ്ത്യ പ്രദേശത്തുള്ളത്. അവരുടെ എല്ലാം സുരക്ഷിതത്വം ആരാണ് നോക്കേണ്ടത്? അതുകൊണ്ട് വ്യാപകമായൊരു കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതലയുണ്ട്. അത് രണ്ട് വിഭാഗത്തിനുമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നൊരു യുദ്ധം ജയിച്ചു വരിക, ഏതാണ്ട് 100 മണി, നേരത്തെ പറയുന്ന പോലെ ഒരു 100 മണിക്കൂറിനുള്ളിൽ ഏറിയൽ സുപ്പീരിയോറിറ്റി കൃത്യമായിട്ട് നേടിയെടുക്കാനാവും. കാരണം അവർക്ക് ഏറിയൽ പവറുണ്ട്. USS എബ്രഹാം ലിങ്കൺ ഉണ്ട്. അത് ഈ അറബിക്കടൽ അല്ലെങ്കിൽ ഒമാൻ ഉൾക്കടലിൽ, അതുപോലെ മധ്യധരണ്യാഴിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇസ്രയേലിൻ്റെ തൊട്ട് അഭിമുഖമായി ഇസ്രയേലിൻ്റെ കടലിൽ സ്ഥിതി ചെയ്യുന്നത് USS ജെറാൾഡ് ഫോർഡ് എന്ന ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ്. ഈ 2 കപ്പലുകളും അതോടൊപ്പം തന്നെ കരയിലുള്ള കേന്ദ്രങ്ങളിൽ നിന്നും എല്ലാം തന്നെ കുതിച്ചുയരുന്ന വിമാനങ്ങളും മിസൈലുകളും ഇറാൻ്റെ മേൽ തീമഴ പെയ്ക്കും, സംശയമില്ല. അതുകൊണ്ട് മാത്രം ഒരു യുദ്ധം പൂർണ്ണമായി ജയിക്കാനാവില്ല. ഉദ്ദേശിക്കുന്നത് ഭരണമാറ്റമാണ് എങ്കിൽ അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ഇറാൻ്റെ മണ്ണിൽ കടന്നു കയറാനാവുമോ? അവിടെയാണ് സ്ഥിതിഗതികൾ തിരിയാൻ സാധ്യത. അത് മറ്റൊരു ബോൾ ഗെയിമാണ്. അതൊരു ദീർഘകാലം. ഇപ്പം നോക്കൂ, ആധുനിക കാലത്ത് ഒരു യുദ്ധവും പൂർണ്ണമായി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കിയതായി അറിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാകട്ടെ, ഉക്രൈൻ റഷ്യ യുദ്ധമായിക്കൊള്ളട്ടെ, മറ്റ് ഈവൻ ഇസ്രയേൽ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധമായിക്കൊള്ളട്ടെ, ഒരു ആധിപത്യമുണ്ട് എന്നതല്ലാതെ പൂർണ്ണമായി യുദ്ധലക്ഷ്യങ്ങൾ നിറവേറ്റിയതായി സമീപ ഭൂതകാലത്ത് തെളിവില്ല. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഏറിയൽ ബോംബാർഡ്മെൻ്റ് ഉണ്ട്. തങ്ങൾ ഉചിതമായ തിരിച്ചടി ഒരുപക്ഷെ നാളുകളിൽ നൽകുമായിരിക്കും, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നൽകുമായിരിക്കും. പക്ഷേ എങ്ങനെയും യുദ്ധം നീട്ടിയെടുക്കുക, ലോകത്തിൻ്റെ പൊതുജനാഭിപ്രായം മാറ്റിയെടുക്കുക, അങ്ങനെ ഭരണകൂടത്തെ ആത്യന്തികമായി സംരക്ഷിച്ചു നിർത്തുക, ഇതെല്ലാം ഈ യുദ്ധം വരുമെന്നറിയാമല്ലോ ഇറാന്. തീർച്ചയായും അതിനുള്ള പ്രതിരോധ മാർഗങ്ങളുണ്ട്. യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മേൽക്കൈയുണ്ടെന്നറിയാമല്ലോ, ഏറിയൽ സുപ്പീരിയോറിറ്റി ഉണ്ടെന്നറിയാമല്ലോ, വലിയ വിമാന സംവിധാനം ഉണ്ടെന്നറിയാമല്ലോ. ഇറാൻ ആകെയുള്ളത് ഒരു പ്രതിരോധ സംവിധാനങ്ങളാണ്, ആക്രമണ സംവിധാനങ്ങൾ ഉള്ളത് മിസൈലുകളാണ്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ശബ്ദാതിവേഗ മിസൈലുകളുമാണ്. അതിൻ്റെ ശേഖരം കൂടെ തീർന്നു കഴിഞ്ഞാലും കരസേന എന്നത് വളരെ വലിയ കാര്യമാണ്. ഇറാഖിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ കരയുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാൻ്റെ ടോപ്പോഗ്രഫി അനുസരിച്ച് അത്ര എളുപ്പമല്ല. പൂർണ്ണമായി അസാധ്യമാണെന്ന് പറയാനാവില്ല, അത്ര എളുപ്പമല്ല. കാരണം സാഗ്രോസ് മൗണ്ടൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി, വടക്കൻ ഗൾഫ് കാസ്പിയൻ സീക്ക് അഭിമുഖമായി മറ്റൊരു മൗണ്ടൻ റേഞ്ചുണ്ട്. അതുപോലെ ശക്തമായ ഈ മരുഭൂമികളുടെ സാന്നിധ്യമുണ്ട്. ഈ ടോപ്പോഗ്രഫി ഇറാനെ ആത്യന്തികമായി സഹായിക്കും എന്ന് വിശ്വാസത്തില്ല. അത് മാത്രമല്ല, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്നത് വിഖ്യാതമായ സംവിധാനമാണ്. ഇറാനിൽ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് ഡിഫൻസ് കേപ്പബിലിറ്റീസ്. അതുകൊണ്ട് ദീർഘകാല അതിജീവനത്തിനുള്ള ഒരു തയ്യാറെടുപ്പിനും ദീർഘകാല യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പിനും തയ്യാറായി ഇറാൻ മുന്നിൽ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ സുരക്ഷ, മധ്യപൗരസ്ത്യ പ്രദേശത്തിൻ്റെ സുരക്ഷ തുലാസിൽ തൂങ്ങുകയാണ്. ആ രീതിയിലേക്ക് യുദ്ധം വ്യാപിക്കാതിരിക്കുകയും ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കരാറിലേക്ക് ഈ വൈകിയ വേളയിലെങ്കിലും ഒരു ആക്രമണം നടന്നിരിക്കുന്നു, പക്ഷേ സമചിത്തതയോടുകൂടി ഇറാൻ കൈകാര്യം ചെയ്യുകയും അമേരിക്കയും അത് അംഗീകരിക്കുകയും ഒരു കരാറിൻ്റെ വിദൂരമായ സാധ്യതയാണെങ്കിൽ പോലും ആ സാധ്യത ഒരിക്കൽ കൂടി പരിശോധിക്കാൻ കഴിയുകയും ചെയ്യുക എന്നിടത്താണ് സമാധാനം. അതുകൊണ്ട് സമാധാനം പുലരും. വലിയ ഒപ്റ്റിമിസത്തിലല്ല ഈ സംസാരിക്കുന്നത്, പക്ഷേ സമാധാനം പുലരുമെന്ന് ഹോപ്പ് ദാറ്റ് പീസ് വിൽ പ്രിവെയിൽ ഇൻ വെസ്റ്റ് ഏഷ്യ.